my very first YouTube video. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഒരു 2018 മുതലുള്ള ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. 2024 കഴിയണേക്കാളും മുന്നേ വീഡിയോ ഇടണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രോക്രാസ്റ്റിനേഷനൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കണ ഒരു ഹോം ഡെക്കോർ, അതായത് ക്രിസ്മസ് തീമിൽ നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യുക, വീടൊന്ന് ഫുൾ സെലിബ്രേഷൻ മോഡാക്കാം. ഇങ്ങനെ അത്രയ്ക്കില്ല, കുറച്ചാക്കുക എന്നാണ് വിചാരിച്ചേക്കണം. പിന്നെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, ട്രീ വെച്ചു, കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കണം, ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മുന്നെടുത്ത വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ. അതായത് ഞാൻ ക്രിസ്മസ് ഷോപ്പ് ചെയ്യണം, ഈ ട്രീ സെറ്റ് ചെയ്യണം വീഡിയോ ഒക്കെ കണ്ടിട്ട് വായോ. അപ്പോഴേക്കും ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കാം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് റീത്ത് ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോയി വീഡിയോസ് കണ്ടിട്ട് വായി. നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം വെച്ച് താമസിപ്പിക്കാനൊന്നും പോയില്ല. ഭയങ്കര ഒരു ഭംഗിയാണ് ഈ ഓട്ടം സീസൺ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഷോപ്പ് ഫുള്ളും ഈ മിഡിൽ ഓഫ് ഓട്ടം ആവുമ്പോൾ തന്നെ ഫുൾ ക്രിസ്മസ് വൈബായിരുന്നു. വെറൈറ്റി പീസസ് ഉണ്ടായിരുന്നു സാധനങ്ങൾ. കഴിഞ്ഞ വർഷം കണ്ട പോലത്തെ സാധനങ്ങളല്ല ഈ വർഷം. ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ഇതിലെടുക്കും എന്നുള്ളത്. അവസാനം നമ്മളത് ഈ ഒരു ബോയും പിന്നെ കുറച്ച് ട്രീ ഓർണമെൻറ്റ്സ് ഒക്കെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തു. പക്ഷെ ഞാൻ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്, എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വെക്കും എന്ന് ആലോചിച്ച്. പിന്നെ നമ്മൾ വൈകിട്ടായപ്പോൾ വീട്ടിലേക്ക് പോയി. അധികം നേരം നിന്നില്ല, കാരണം ഇനി നിന്ന് നമ്മൾ പിന്നെ അവിടെ നിൽക്കും. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ട്രീ അപ്പാക്കി. ട്രീ ഞാൻ വിചാരിച്ചത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, 6 feet എന്നായിരുന്നു ആ ബോക്സും എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ സംഗതി വെച്ച് വന്നപ്പോൾ 6 feet ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മളുള്ളത് വെച്ച് സംതൃപ്തിപ്പെട്ടു. ഈ ഒരു മെറൂൺ കളറ്, പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ, സിൽവർ, ലൈറ്റ് ഒരു സിൽവർ കളറ്, ഈ 3 കളേഴ്സാണ് നമ്മൾ ട്രീമ യൂസ് ചെയ്തേക്കണേ. ആദ്യം ഞാൻ വിചാരിച്ച വാം കളേഴ്സ് മാത്രം ഉപയോഗിക്കാമെന്നാ, പക്ഷെ റെഡ് ഇല്ലാതെ ട്രീക്ക് ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടണില്ല. അങ്ങനെ മൊത്തത്തിൽ വെച്ച് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബോ ഇതിൻ്റെ ലുക്ക് മാറ്റി പോലെ എനിക്ക് തോന്നി, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഇതാണ് നമ്മുടെ ട്രീയുടെ ഒരു ഫുൾ ലുക്ക്. ഞാൻ വിചാരിച്ചു ട്രീ ഒന്ന് ടോപ്പറായിട്ട് സ്റ്റാറിന് പകരം ഈ ബോ വെക്കാന്ന്. അങ്ങനെ ബോ വെക്കാനുള്ള ഒരു തന്ത്രപ്പാടാണ് ആ കാണുന്നത്. പക്ഷെ വെച്ചപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആ റെഡാണ് ആ ഗോൾഡനേക്കാളും ഉദിച്ച് നിൽക്കണം. ഈ ഒരു ഗാർലൻഡ് എനിക്ക് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഗാർലൻഡാണ്. നമ്മുടെ ഈ ഒരു റെഡ് ബോയിൽ അത് നടുക്ക് വെച്ച് കൊടുത്തു. പിന്നെ 2 ബെല്ലം തൂക്കിയിട്ടു. കുഷ്യൻ കവർ ചേഞ്ച് ചെയ്യാണ്. മെറൂൺ നമ്മൾ ഒഴിവാക്കി. ഇങ്ങനെ ബീച്ച് കളറുള്ള കുഷ്യൻ കവറാണ് യൂസ് ചെയ്തത്. കാരണം ഒരുപാട് റെഡിൻ്റെ ഷെയ്ഡ് ഇപ്പം തന്നെ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇതൊരു ന്യൂട്രൽ കളേഴ്സിൽ വേണ്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കുഷ്യൻ കവറൊക്കെ ഭംഗിയിൽ വെച്ചു. ആ പണി കഴിഞ്ഞു. നെക്സ്റ്റ് ക്യാൻഡിൽസ് സെറ്റ് ചെയ്യാണ്. ഒരു ട്രേയിൽ ബേസായിട്ട് ഇതൊരു സ്മെല്ല് വരണ ഒരു സംഭവമാണ്. ഞാൻ ഐക്കിയെന്ന് മേടിച്ചതാണ്, കറക്റ്റായിട്ട് എനിക്ക് പേരറിയില്ല. അത് വെച്ചു. കുറച്ച് ഫ്ലവർ വെച്ചു. പിന്നെ കുറച്ച് പൈൻ, ഇത് ഞാൻ സ്പ്രേ പെയിൻറ് ചെയ്തതാണ്, ഗോൾഡൻ സ്പ്രേ പെയിൻറ്. അതും വെച്ച് കോഫി ടേബിളും ഈ ഒരു ട്രേ സെറ്റ് ചെയ്തു. ഇവിടെ എവിടെ തിരിഞ്ഞാലും ക്യാൻഡിൽസാണ്. അതുകൊണ്ട് ക്യാൻഡിൽസ് ഇല്ലാണ്ട് നമുക്കൊരു ക്രിസ്മസ് ഡെക്കോർ ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും വെച്ചതല്ലേ, അപ്പോൾ ക്യാൻഡിൽസ് കത്തിച്ചു. എനിക്കിഷ്ടമായിട്ടോ, ഈ ഒരു ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അടുത്തൊരു കോഫി ടേബിളും കൂടി ഉണ്ട്. അതും ഇതുപോലൊരു ട്രീ സെറ്റ് ചെയ്തു. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ട്യൂൺ ഉണ്ടാക്കും. അപ്പം നമുക്ക് അവസാനമായിട്ട് ക്രിസ്മസ് റീത്സും കൂടി ഉണ്ടാക്കി നമുക്ക് ഈ ക്രിസ്മസ് ഡെക്കറേഷൻ അവസാനിപ്പിക്കാം. ഭയങ്കര എളുപ്പമാണ്. ഇതിങ്ങനെ വട്ടത്തിൽ കാർഡ്ബോർഡ് വെട്ടി ചുറ്റിയാൽ മതി. ഈ ഗാർലൻഡും എനിക്ക് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്, കാരണം വേറെ അലങ്കാരങ്ങളൊന്നും ഇതുമ്മ ചെയ്യണ്ട. ഇതുമ്മ ഓൾറെഡി ആ ഒരു റെഡ് ബീഡ്സ് കണ്ടോ, അതുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമുക്ക് ആ ബോൾസും ഒന്നും വെച്ചില്ലെങ്കിലും ഒരു ഭംഗിയാണ്. നമുക്ക് പ്ലെയിൻ ഗ്രീൻ ഗാർലൻഡ് ചുറ്റാം. അതുമ്മ നമുക്ക് എന്നിട്ട് പൈനോ ബെല്ലോ എന്ത് വേണമെങ്കിലും വെക്കാം. മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടൊക്കെ വെക്കാം. ഇതാ ചുറ്റാൻ നല്ല എളുപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനൊരു 5-6 കൊല്ലമായിട്ട് ക്രിസ്മസ് റീത്സ് ഉണ്ടാക്കാണ്ട് ഒരു ക്രിസ്മസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് ഈ പച്ചില കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇതുമ്മ ഭയങ്കര മുള്ളാണ് ഈ ഇലയം കേട്ടോ. ഈ ഇല വെച്ച്, അതായത് ഈ ഒറിജിനൽ ലീഫ് വെച്ച് നമ്മൾ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ പോവാണ്. ഒറിജിനൽ വൺ. ഇത് തണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു ചുറ്റണ സംഗതിയാണ്. ഇത് ഞാനല്ല ഉണ്ടാക്കിയത്, ഇച്ചനാണ് ഉണ്ടാക്കിയത്. ഭയങ്കര മുള്ളാണ് അതുമ്മ തന്നെ. അതുകൊണ്ട് തന്നെ എന്നെ വെറും ഹെൽപ്പറാക്കിയിട്ട്
ഇദ്ദേഹമാണ് ഇത് ചുറ്റിയത്. ഞാൻ കുറച്ച് സഹായിച്ചു വെട്ടിക്കൊടുത്ത്, കാരണം ഇത് ഭയങ്കര മുള്ളാണ്. ഇലയമേ മുള്ള്, തണ്ടുമേ മുള്ള്, തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമ മുള്ളാവും. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. പക്ഷെ ഇതിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഈ ഭയങ്കര നല്ല റീത്തുകളില്ലേ, ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കണേ, അതിൻ്റെ ഒപ്പം അല്ല അതിനേക്കാളും ഭംഗിയുണ്ട്. എനിക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടു. മുൾക്കിരീടം പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കുറവില്ലേ അതുമോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ബെറീസിൻ്റെ ഒരു സ്ട്രിങ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതും ഒറിജിനലായിട്ട് തന്നെ ഒരു റെഡ് കളറ് കായ ഉണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടിയ ലെമൺ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് ശരിക്കും തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിങ്ങനെ ചുറ്റിക്കൊടുത്തു. അത് ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു ഒറിജിനാലിറ്റി ഇതിൻ്റെ കൂടി, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്തോ ഒരു കുറവ് പിന്നെയും ഇല്ലേ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ആ നമ്മൾ ട്രീമ വെച്ചായിരുന്നു ആ ഒരു റെഡ് ബോയില്ലേ, അത് ഇതുമ്മ വെക്കാം, അത് ഇതുമ്മ ചേരുകയും ചെയ്യും നമുക്ക്. പിന്നെ ആ ബോ വെറുതെ ഇരിക്കുകയാണ്, അപ്പം നമ്മൾ ഇതുമ്മ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡ് ബോയും കൂടെ, റെഡല്ല ഗോൾഡൻ ബോയും കൂടെ വെച്ചു നമ്മളിത് ഫിനിഷ് ചെയ്തു. ഫൈനൽ ലുക്ക് നോക്കി എനിക്ക് എന്തായാലും നന്നായി തോന്നി. നമ്മൾ സ്ഥലം കണ്ടുപിടിക്കുകയാണ് അതിന്, അത് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് തിക്കായ സ്ഥലത്ത് ഈ ബോ വരുമ്പോഴാണ് ഭംഗി. അത് നമ്മളത് വെച്ചു. നമ്മുടെ ക്രിസ്മസ് റീത്ത് ഫിറ്റ് ചെയ്യാണ് ഡോറിൽ. അത് ഫിറ്റ് ചെയ്തു. സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സ്റ്റാറില്ലേ പുറത്ത് കിടക്കണേ, ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ സ്റ്റാറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ഡോറിൻ്റെ ഒരു ലുക്ക്. കുറച്ച് ലൈറ്റ്, വലുതായിട്ടൊന്നുമില്ല, കുറച്ച് ലൈറ്റും 2 സ്റ്റാറും നമ്മുടെ ക്രിസ്മസ് റീത്തും. പിന്നെ നമ്മുടെ പണ്ടത്തെ ക്രിസ്മസ് റീത്ത്, മുന്നുണ്ടാക്കിയ ക്രിസ്മസ് റീത്ത് ചുമരിലും പിന്നെ ഒരെണ്ണം ഡോറിലും തൂക്കി. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ, തൂക്കി. പിന്നെ ക്രിസ്മസ് ട്രീയുടെ അടിയിലും ഉണ്ടോ ഭയങ്കര ഗ്യാപ്പാണ്, അതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഈ വൈറ്റ് ക്യാൻഡിൽ മാറ്റി ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. കാരണം ഗ്രീനാണ് കുറച്ചും കൂടി ക്രിസ്മസി വൈബ് തരണേ, കുറച്ചും കൂടി ക്രിസ്മസ് ആണ് എന്ന് തോന്നിപ്പിക്കുന്നത് ഗ്രീനാണ്. അങ്ങനെ അത്രയും ക്രിസ്മസ് ഡെക്കറേഷൻ വെച്ച് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീമ് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് 2 ലൈറ്റാണ് ഇട്ടേക്കണം കേട്ടോ. ഒന്ന് സ്ട്രിങ് ലൈറ്റും ഒന്ന് മറ്റേ മിന്നി തിളങ്ങണ മാല ലൈറ്റും. പിന്നെ നമ്മുടെ ക്രിസ്മസ് പ്രസൻറ്റേഷൻസ് വെച്ചു, അപ്പൂപ്പനെ വെച്ചു അടിയിൽ. പിന്നെ നമ്മുടെ 2 കോഫി ടേബിള്. ഇങ്ങനെയാണ് ഡൈനിങ് ടേബിളുമ്മ വെച്ചേക്കണേ, ജസ്റ്റ് ഒരു മാറ്റ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അഡീഷണലായിട്ട് വാങ്ങിച്ചിട്ടൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചതാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് റീത്ത്. ക്ലോക്കുമ്മ ഞാനൊരു ബോ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇത് ബോ ഒരെണ്ണം ബാക്കി വന്നപ്പോൾ വെച്ചതാണ്. ഇത് നമ്മുടെ വിൻഡോ, കിച്ചണിൻ്റെ വിൻഡോ സ്നോ സ്പ്രേ ചെയ്തതാണ്. ഇത് തുടങ്ങിയപ്പോൾ ഇത് ഭംഗിയാവും നല്ലതാവും എന്നുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് വന്നപ്പോൾ മാജിക്കായിട്ട് തോന്നി കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഇതൊരു മാജിക്കല്ലേ. നമ്മൾ പണ്ട് നോട്ട്ബുക്കിലൊക്കെ ചെയ്യാറുണ്ട് ഇതുപോലെ, ഈ ബ്രഷ് വെച്ചിട്ട്. എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ക്രിസ്മസ് ഡെക്കറേഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ഇടും. അപ്പോൾ അതുവരേക്കും ഓക്കെ, ബൈ.